ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇതെൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം എടുത്തൊരു വീഡിയോ ആണ്, എങ്ങനെ വീട്ടിൽ തന്നെ ഓർഗാനിക് ഹെന്ന തയ്യാറാക്കാം എന്നത്. ആദ്യം 100 ഗ്രാം ഹെന്ന പൗഡർ എടുക്കുക. ഇതേ അളവിൽ വേണം എടുക്കാൻ. 100 ഗ്രാം എടുക്കുന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഷുഗറും ഓയിലും എല്ലാം ഇതേ അളവിലാണ്, സെയിം അളവിലാണ് എടുക്കേണ്ടത്. പിന്നെ ഷുഗർ ആഡ് ചെയ്യുക. ഷുഗർ 30 to 40 ഗ്രാം വരെയാണ് 100 ഗ്രാം പൗഡറിന് ആഡ് ചെയ്യേണ്ടത്. പിന്നെ സ്ലോലി വാട്ടർ ഇടുക. ഒരുമിച്ച് വാട്ടർ ആഡ് ചെയ്യാൻ പാടില്ല. പിന്നെ നമ്മളിത് മിക്സാക്കിയതിന് ശേഷം പെട്ടെന്നായിരിക്കും ലൂസായി പോകുക. അത് ലൂസായ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. സ്മാഷ്ഡ് പൊട്ടാറ്റോ രൂപത്തിലാകുന്നത് വരെ, ഈ രൂപത്തിലാകുന്നത് വരെ നന്നായി മിക്സാക്കുക. അതിന് ശേഷം 30 ml എസെൻഷ്യൽ ഓയിൽ ആഡ് ചെയ്യുക. അത് ഏത് എസെൻഷ്യൽ ഓയിലായാലും കുഴപ്പമില്ല. നിങ്ങൾക്കിഷ്ടമുള്ള ഡാർക്ക് സ്റ്റെയിൻ കിട്ടുന്ന ഏത് എസെൻഷ്യൽ ഓയിലായാലും നിങ്ങൾക്കിഷ്ടമുള്ളത് ആഡ് ചെയ്യാം. അതിനുശേഷം നന്നായി മിക്സ് ചെയ്യുക. എസെൻഷ്യൽ ഓയിൽ ചേർത്തതിന് ശേഷം നന്നായി മിക്സ് ചെയ്യുക. പിന്നെ അവസാനം ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഹോളിട്ട് കൊടുത്ത് ടോപ്പിൽ നമുക്ക് കുറച്ച് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. കാരണം അത് ഡൈ റിലീസിന് ശേഷം മുകളിൽ ഡ്രൈ ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പിൽ കുറച്ച് വെള്ളം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. രീതിയിൽ കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. കുറേ ആഡ് ചെയ്യണമെന്നില്ല, കുറച്ച് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്താൽ മതി. ഇനി 24 hours നമുക്ക് ഡൈ റിലീസ് ചെയ്യാൻ വെക്കാം. ആഫ്റ്റർ ഡൈ റിലീസ് നമുക്ക് നമ്മുടെ ഹെന്ന പേസ്റ്റ് ഡൈ റിലീസ് ആയോന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. മുകളിൽ നല്ല ബ്രൗൺ കളറായി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇത് നന്നായി പെർഫെക്റ്റായിട്ട് ഡൈ റിലീസ് നടന്നിട്ടുണ്ടെന്ന്. മുകളിൽ ബ്രൗൺ കളറും താഴെ ഗ്രീൻ കളറുമാണ് ഡൈ റിലീസ് നടന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുക. ഇതിന് ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഒരിക്കലും നമ്മൾ ടൈറ്റാണെന്ന് വിചാരിച്ച് നമ്മൾ വെള്ളം പെട്ടെന്ന് തന്നെ ആഡാക്കാൻ പാടില്ല. അത് നമ്മൾ മിക്സാക്കിക്കൊണ്ടിരിക്കും. 10-15 മിനിറ്റോളം നമ്മൾ നന്നായി തുടർച്ചയായി മിക്സാക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ നല്ല ലൂസായി വന്നോളൂ. ഒരിക്കലും നമ്മൾ അതിന് ശേഷം ടൈറ്റാണെന്ന് തോന്നിയാൽ മാത്രം നിങ്ങൾ വെള്ളം ആഡ് ചെയ്യുക. പിന്നെ നമ്മൾക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റണം. അതിനു വേണ്ടി പൈപ്പിംഗ് ബാഗിന് കണക്കായിട്ടുള്ള ഒരു ബോട്ടിലും എടുത്ത്, ഞാനിവിടെ സ്മോൾ സൈസ് പൈപ്പിംഗ് ബാഗാണ് എടുത്തത്, അതിനനുസരിച്ചുള്ള ബോട്ടിലും പിന്നെ അതിൻ്റെ മുകളിലേക്ക് സ്ട്രെയിൻ ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഹെന്ന പേസ്റ്റിൻ്റെ വേസ്റ്റ്, ഹെന്ന പൗഡറിൻ്റെ വേസ്റ്റ് ഉണ്ടാകും, അത് സ്ട്രെയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതാക്കുന്നത്. എന്നാൽ നല്ല ഹെന്ന പേസ്റ്റ് നല്ല സ്മൂത്തായിട്ട് നമ്മളെ കയ്യിൽ അപ്ലൈ ചെയ്യാൻ കഴിയും. അതിനു വേണ്ടി ഹെന്ന ഇതിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മൾ ഹെന്ന നല്ല ഇതിൽ സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഹെന്ന കോൺ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹെന്ന കോൺ ഇതുപോലെ സെലോഫാൻ ഷീറ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ കോണാക്കി, അതിൻ്റെ കോണാക്കുമ്പോൾ അതിൻ്റെ ടോപ്പിൽ ഇങ്ങനെ ഒരു പിൻ വെച്ചാൽ നമുക്ക് അതിൻ്റെ ഹോൾ നല്ല രീതിയിൽ പെർഫെക്റ്റായിട്ട് ഹെന്ന അപ്ലൈ ചെയ്യാനുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് പിൻ വെക്കാണ്ട് നമ്മൾ കോണാക്കുകയാണെങ്കിൽ നമ്മൾ ഹോൾ കട്ട് ചെയ്യുമ്പോൾ അത് സ്മോളോ ബിഗോ ആവാൻ ചാൻസ് ഉണ്ട്. അതിനേക്കാൾ ഏറ്റവും നല്ലത് നമ്മൾക്ക് പിൻ വെച്ച് കോൺ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് നമ്മൾക്ക് ഹെന്ന അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെ ഹെന്ന ഇതിൽ കോണിലേക്ക് മാറ്റിയതിന് ശേഷം, ഹെന്ന പേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയ കോണിലേക്ക് മാറ്റിയതിന് ശേഷം സീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. സീൽ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു ഹോൾസ് പോലും ഉണ്ടാകാൻ പാടില്ല. ടാപ്പ് ഒട്ടിക്കുമ്പോൾ ഒരു ഹോൾസ് പോലും ഉണ്ടാകാൻ പാടില്ല. ടാപ്പ് ഒട്ടിച്ചിട്ടില്ലെങ്കിൽ അതിനിടയിൽ ഹോൾസ് ഉണ്ടായില്ലെങ്കിൽ ഹെന്ന പേസ്റ്റ് പുറത്തേക്ക് വരും. അപ്പോൾ ആകെ വൃത്തികേടാവും, ഹെന്ന കുറേ വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ നന്നായി ശ്രദ്ധിച്ച് വേണം സീൽ ചെയ്യാനും. നല്ല ടൈറ്റിൽ നമ്മൾ സീൽ ചെയ്യാനും നോക്കണം. എയർ കയറാത്ത വിധത്തിൽ വേണം നമ്മൾ സീൽ ചെയ്യാൻ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യേണ്ടത് നമ്മൾ ഫ്രീസറിലാണ് വെക്കേണ്ടത്, സ്റ്റോർ ചെയ്യേണ്ടത്. ഒരിക്കലും നമ്മൾ റിഫ്രിജറേറ്ററിലോ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. പിന്നെ പ്രത്യേകിച്ച് ഡോർ സൈഡിൽ അങ്ങനെയൊന്നും വെക്കാൻ പാടില്ല. നല്ല ബോക്സ് കണ്ടെയ്നറാക്കി അതിൽ നമ്മൾ ഇത് കട്ടാവുന്ന രീതിയിൽ തന്നെ ഫ്രീസറിൽ തന്നെ വെച്ചിരിക്കണം. എന്നാലും നമ്മുടെ ഹെന്ന നന്നായി സ്റ്റെയിൻ കിട്ടുന്ന രീതിയിൽ എപ്പോഴും ഇത് 6 months ഇതിൻ്റെ കാലാവധി. ആ 6 months നന്നായി സ്റ്റെയിൻ കിട്ടണമെങ്കിൽ നമ്മൾ ഇതിനെ നന്നായി കെയർ ചെയ്ത് വെക്കണം. അതിൻ്റെ ടോപ്പ് ഓപ്പൺ ആക്കിയാൽ അതിൻ്റെ ടോപ്പ് എപ്പോഴും അടച്ച് തന്നെ ഫ്രിഡ്ജിൽ വെക്കണം, ഫ്രീസറിൽ വെക്കണം. ഇല്ലെങ്കിൽ അതിലെ കൂടി വെള്ളം അകത്തേക്ക് കയറി പിന്നെ അതിൻ്റെ സ്റ്റെയിൻ ഇല്ലാണ്ടാകും.
അപ്പോൾ അതിനെക്കാട്ടും നല്ലത് നമ്മളെപ്പോഴും അതിൻ്റെ ടോപ്പ് കവർ ചെയ്ത് ഫ്രീസറിൽ വെച്ച് നമുക്ക് 6 മന്ത് കാലത്തോളം തന്നെ അത് നന്നായി സ്റ്റെയിൻ കിട്ടുന്ന രീതിയിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹെന്ന കൊണ്ട് റെഡിയാക്കിയത്. അപ്പോൾ ഞാൻ ആദ്യമായി ചെയ്തൊരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ബൈ, താങ്ക് യു.